കഴിഞ്ഞ ചില പന്തികളിലായി സങ്കീർത്തനങ്ങളിൽ പറയപ്പെടുന്ന രാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചുരുക്കമായി ചിന്തിക്കുകയായിരുന്നു. ഇവിടെ പറയപ്പെടുന്ന രാഗങ്ങൾ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിൽ കൂടി ഭക്തന്മാർ എഴുതിയ രാഗങ്ങളിൽ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ ഉപകരണമായി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഫ്ലൂട്ട് എന്ന് പറയപ്പെടുന്ന വേണു രാഗം. വേണുരാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലാണ് ഇത് പ്രധാനമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഫ്ലൂട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്തെ സുഷിര വാദ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൂടുതലായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രധാനമായും സങ്കീർത്തനങ്ങളിൽ വേണു എന്ന വാക്ക് നേരിട്ടോ അല്ലെങ്കിൽ സുഷിര വാദ്യങ്ങൾ അല്ലെങ്കിൽ സുഷിര വാദ്യങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പദങ്ങളായോ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില സങ്കീർത്തനങ്ങളുടെ തലക്കെട്ടുകളിൽ വേണുരാഗത്തെ നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. ഉദാഹരണത്തിന് സങ്കീർത്തനം 5-ാം അധ്യായത്തിൽ ഇത് പ്രധാനമായിട്ട് നമുക്ക് ദർശിക്കുവാൻ കാണുകയാണ്. സങ്കീർത്തനം 150-4 സങ്കീർത്തനത്തിൻ്റെ സംഗീതോപകരണങ്ങളെക്കുറിച്ചും ഏറ്റവും വ്യക്തമായി പറയുന്നു. തപ്പും നൃത്തവും കൊണ്ട് അവനെ സ്തുതിപ്പിൻ, തന്ത്രിവാദ്യങ്ങളാലും വേണുവിനാലും അവനെ സ്തുതിപ്പിൻ എന്നവിടെ കാണുന്നു. എല്ലാതരം വാദ്യോപകരണങ്ങളും അവ തന്ത്രിവാദത്തോടെയും അല്ലെങ്കിൽ സുഷിര വാദ്യങ്ങളാലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ഭാഷയിൽ ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമുണ്ട്, ഉഗാബ്, UGAB. ഇത് പുല്ലാങ്കുഴലിന് സമാനമായ ഒരു കാറ്റുവാദ്യത്തെ അല്ലെങ്കിൽ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് സൂചിപ്പിക്കുന്നു. പുരാതന കാലത്ത് ആട്ടിടയന്മാരും മറ്റും വിനോദത്തിനായി ആരാധനയ്ക്കായും ഇത് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. വേണുനാദത്തിൻ്റെ ആത്മീയ അർത്ഥം ബൈബിൾ പശ്ചാത്തലത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതായത് ആനന്ദം, ആർദ്രത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. ആനന്ദമെന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുമ്പോഴുള്ള സന്തോഷത്തിൻ്റെ പ്രതീകമായി വേണുരാഗത്തെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ആർദ്രത എന്ന് പറയുമ്പോൾ തന്ത്രിവാദങ്ങളെ അപേക്ഷിച്ച് വേണുവിൻ്റെ നാദം കൂടുതൽ ആർദ്രവും ഹൃദയസ്പർശിയുമാണ്. ഇത് ദൈവത്തോടുള്ള വ്യക്തിപരമായ ഭക്തിയെയും സമർപ്പണത്തെയും സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ മറ്റു വാദ്യോപകരണങ്ങൾ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമാകുന്ന ഭാഗത്താണ് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വേണുവിനൊപ്പം തന്നെ താഴെ പറയുന്ന അല്ലെങ്കിൽ ഇനി പറയുന്ന ഭാഗങ്ങൾ സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന് വീണ, ഇംഗ്ലീഷിൽ പറയുന്ന ഹാപ്പ് ലാവ്, തമ്പുരു ടാമ്പറൈൻ, കാഹളം ട്രംപറ്റ്, കൈത്താളം സിംബൽസ്. ഈ വിധ കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ആശ്വാസം, ഹൃദയത്തിൽ ആശ്വാസം പകരുന്നതാണ്. മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും കലകളും ദൈവത്തിനായി സ്തുതിക്കുവാനും ഉപയോഗിക്കണമെന്ന് സന്ദേശങ്ങളിലൂടെ ദൈവം പറയുന്നതായിട്ട് സങ്കീർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഉപകരണങ്ങൾ കൊണ്ടും ദൈവത്തിന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് ആരാധനയ്ക്ക് വേണ്ടി നാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ഭാഗം വേണുരാഗം. ഈ വേണുരാഗം ഫ്ലൂട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൈപ്പ്, പുല്ലാങ്കുഴൽ എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, ഫ്ലൂട്ട് എന്ന് പറയാറുണ്ട്, പൈപ്പ് അതിൻ്റെ ഹോളുകളുള്ള ഭാഗം, ആ ഭാഗം അവർ ഇങ്ങനെ പിടിക്കുന്ന ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലൂട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു സന്തോഷം പകരുന്ന, ആർദ്രത പകരുന്ന, സന്തോഷത്തിൻ്റെ അനുഭൂതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു രാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയുള്ള സമയങ്ങളിൽ തുടർന്നും നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ, പഠിക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.